ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT അറസ്റ്റ് ചെയ്ത സുധീഷ് കുമാർ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. പത്തനംതിട്ട 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 കേസാണ് പരിഗണിച്ചത്. ദ്വാരപാലക സ്വർണ്ണക്കവർച്ച കേസിലും കട്ടിളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിലും SIT അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, 14 ദിവസം വളരെ നിർണായകമാണ്. സുധീഷിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് നിരവധി ഉത്തരങ്ങൾ തേടേണ്ടതുണ്ട്. അതിന് മുൻപേ ഈ സുധീഷ് കുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയത്, അത് എന്ത് കാരണം കൊണ്ടാണ് അന്വേഷണ സംഘം സുധീഷ് കുമാറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാൻ കാരണം? അശ്വതി, അതായത് 2019 അവിടെ നടന്നിട്ടുള്ള ക്രമക്കേടിൽ കൃത്യമായി പങ്കുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയുണ്ടായത്. അതായത് ഈ 2019 അവിടെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പുപാളികൾ എന്ന് മഹസറിൽ എഴുതിയതിൽ കൃത്യമായിട്ട് മുരാരി ബാബുവിനൊപ്പം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനും പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. അതായത് ആ പാളികൾ ചെമ്പുപാളി എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ശുപാർശ കത്ത് എഴുതിയിരുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ ആണ് എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ആ പാളികൾ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് മഹസറിൽ അടക്കം ക്രമക്കേടുകൾ വരുത്താനായിട്ട് ഇയാൾ നിർദ്ദേശം നൽകി. ഇയാളുടെ നേതൃത്വത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹസറിൽ എഴുതുന്ന സമയത്ത്, അതായത് ഈ പാളി മാറ്റുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ഉദ്യോഗസ്ഥരെ പോലും മഹസർ എഴുതിയപ്പോൾ അതിലുണ്ട് എന്ന് എഴുതി ചേർക്കുന്നത് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അല്ലെങ്കിൽ ക്രമക്കേടുകളാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇതിൽ മഹസറിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതെന്നാണ്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കൾക്കായിരുന്നു ഇത് കൈമാറുകയുണ്ടായത്. അങ്ങനെ സുഹൃത്തുക്കൾക്ക് കൈമാറിയെങ്കിൽ എന്തിന് പോറ്റിക്ക് നേരിട്ട് കൈമാറി എന്ന് മഹസറിൽ ഉൾപ്പെടെ എഴുതി ചേർത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT അറസ്റ്റ് ചെയ്ത സുധീഷ് കുമാർ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. പത്തനംതിട്ട 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ദ്വാരപാലക സ്വർണ്ണക്കവർച്ച കേസിലും കട്ടിളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിലും SIT അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ മണിക്കൂറുകളോളം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നല്ലോ, അതിൽ നിന്നും എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്? അശ്വതി, അതായത് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ക്രമക്കേടുകൾ ഇയാൾ ചെയ്തു എന്ന് ബോധ്യപാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളിൽ നിന്നും ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതെ നേരിട്ട് റിമാൻഡിലേക്ക് പോകുക അല്ലെങ്കിൽ കൊള്ളുക എന്നുള്ളൊരു തീരുമാനം അന്വേഷണ സംഘം എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം റാന്നി കോടതിയിലായിരുന്നു ഹാജരാക്കേണ്ടത്. പക്ഷേ ഇന്ന് റാന്നി കോടതിയിൽ മജിസ്ട്രേറ്റ് അവധിയായിരുന്നതിനാലാണ് പത്തനംതിട്ടയിലുള്ള 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ പ്രതിയെ ഇന്ന് 2:30 ഹാജരാക്കിയത്. തുറന്ന കോടതിയിലായിരുന്നു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായത്. അതിനുശേഷമാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ നിലവിൽ റിമാൻഡിലേക്ക് പ്രതിയെ ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡാണ് പത്തനംതിട്ട 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിലെ ബാക്കി നടപടികൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷം പ്രതിയുമായിട്ട് അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരത്തുള്ള സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും സുധീഷ് കുമാറിനെ മാറ്റുന്നുണ്ടാവുക. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും ഉൾപ്പെടെയുള്ള 2 പ്രതികളും ഈ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ തന്നെയാണുള്ളത്. അല്ലെങ്കിൽ ഈ കേസിൽ 3-ാം പ്രതിയായിട്ടുള്ള ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 3-ാം പ്രതിയായിട്ടുള്ള സുധീഷ് കുമാറിനെയും തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്നെ മാറ്റുക എന്നുള്ളതാണ്. ആവശ്യമെങ്കിൽ പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് നടപടികളടക്കം നടത്തുമെന്നുള്ള കാര്യം അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. അതിൽ കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്നലെ മുതൽ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ മുതൽ ആരംഭിച്ച മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ നിന്നും സുധീഷ് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രീതിയിലുള്ള തെളിവുകളും മൊഴികളുമൊക്കെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നിലവിലെന്തായാലും ഈ സ്വർണ്ണക്കവർച്ച കേസുമായിട്ട് അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. പോറ്റിക്കും മുരാരി ബാബുവിനും പിന്നാലെയാണ് സുധീഷ് കുമാർ. അന്നത്തെ 2019 എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 3-ാം പ്രതിയും കട്ടിളപ്പാളി കേസിലെ 5-ാം പ്രതിയുമാണ് സുധീഷ് കുമാർ എന്ന് പറയുന്നത്. അയാളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഗൂഢാലോചനയിലടക്കം സുധീഷ് കുമാറിന് കൃത്യമായിട്ട് പങ്കുണ്ട് എന്ന ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഒപ്പം ഈ കേസിൽ ഏകദേശം 10ഓളം പ്രതികൾ വീതമാണ് 2 കേസുകളിലുമായിട്ട് ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ 3-ാമത്തെ അറസ്റ്റ് നിർണായക അറസ്റ്റ്.